അതിനെന്താ അടി ലൂയി അടിയിട്ടാ. കുറച്ച് വെള്ളം കൊടുക്കണ്ട. ലൂയി അടിയിട്ടാ. അങ്ങനെ ചെയ്യാൻ പാടില്ല ലൂയി. നോ നോക്കിയേ, അങ്ങനെ ചെയ്യാൻ പാടില്ല. പാവമാണ്, പാവം കിളിയാ. ഹലോ ഗൈസ്, മൈൽ സൺസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് പെർത്തിലാണ്. പെർത്തിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ചെറിയൊരു ഡേ ട്രിപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു 400 കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടുന്ന് നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ അത് അടിപൊളി ഒരു ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഇന്ന് യാത്രയിൽ നമ്മുടെ ഒപ്പം ഐവി ഉണ്ട്, നമ്മുടെ കുഞ്ഞു പട്ടിയായ ലൂയി ഉണ്ട്. ലൂയി അവിടെ ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അവന് വണ്ടി കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, ഓടിച്ചിട്ട് പിടിക്കേണ്ട അവസ്ഥയാണ് അവനെ. ലൂയി ടാറ്റ പാമ്പാ, ടാറ്റ പാമ്പാ പോണ്ടാ, ടാറ്റ പാമ്പാ. അവനെ വണ്ടി കയറ്റാനായിട്ട് ഇത്തിരി പണിയാണ്. വരും അവൻ. കുഞ്ഞു വാ, ടാറ്റ പാമ്പാ. വണ്ടി ഓടണത് ജെറ്റിട്ട് ഓടാ പുള്ളി. ഞാൻ പോവാണ്ടാ, ഞാൻ ടാറ്റ പോണേ. ടാറ്റാ. ഐവി കയറിക്കോ. ലീവ് വരുമോ നോക്കട്ടെ. ദേ വണ്ടി കയറി ടാറ്റ കയറി, വണ്ടി കയറി. യെസ്. ലൂയി വുട്ടോൺ ഇവനൊരു ടോയ് പൂടിലാണ്. പിന്നെ 6 മാസമുണ്ട്. 6 മാസത്തിൽ കൂടുതലുണ്ട് ആക്ച്വലി. 8 മാസത്തോളമായി തോന്നുന്നു. അപ്പം ഇന്ന് ഇവനുണ്ട് നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യാനായിട്ട്. എങ്ങനെ അടങ്ങിയിരിക്കുന്നു നമുക്കറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. അവന് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കും, അവന് ഇരുത്തിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വേവ് റോക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. നല്ലൊരു അടിപൊളി ഒരു അട്രാക്ഷനാണ് ഇവിടെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലുള്ള. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മൾ എത്തുമ്പോഴേക്ക് ഏകദേശം ഒരു 5 മണിയാവും. അപ്പോൾ നമുക്കവിടെ ചെന്നിട്ട് നോക്കാം എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ എന്നുള്ളത്. പോകുന്ന വഴിക്കൊക്കെ നല്ല അടിപൊളി പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളാണ്. നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ 2 സൈഡിലും മരങ്ങളും കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര ഇതുപോലെ വണ്ടി ഓടിക്കാണ്ടേ സ്പീഡില് ദൂരത്തിൽ ഓടിക്കാണ്ടേ കുറച്ച് വിയേർഡായിട്ട് തോന്നുന്നു. നല്ല രസം. അപ്പോ ഇത് മേഘങ്ങൾ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ വഴിയിലൊന്ന് നിർത്തി. അപ്പോൾ ലൂയിക്ക് ഒന്ന് ഇച്ചിച്ചി മുള്ളാൻ വേണ്ടിയിട്ടാണ് നിർത്തിയത്. ഇവിടെ നല്ല ഈച്ചയുടെ ശല്യമാണ് ഉള്ളത്. ഓസ്ട്രേലിയയിൽ പൊതുവെ ഇങ്ങനെ ഉള്ളതാണ് ഈച്ച ശല്യം. ഇടയ്ക്ക അപ്പോൾ നമ്മൾ യാത്രയിൽ ഒരു 2 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ മൊത്തം ഈ ഭാഗത്ത് മൊത്തം കൃഷിഭൂമികളാണ്. അപ്പോൾ ഈ കാണുന്നതൊക്കെ കൃഷിഭൂമിയാണ് സൈഡിലൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഏകദേശം ഇനി ഒരു 150 കിലോമീറ്റർ കൊണ്ട് ഉണ്ട് വേവ് റോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ഒരു അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ കാണാൻ മുഖത്ത് ഈച്ചയുടെ ശല്യം കണ്ട. അയ്യോ, ഈച്ച ശല്യം രൂക്ഷമാണ് ഇവിടെ സമ്മറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ പോകുന്ന വഴിയിൽ ഒരു കിളി ഇങ്ങനെ റോട്ടിൽ കിടക്കണ കണ്ടു. അതിൻ്റെ കാലൊടിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ബ്ലഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലൂയി നോക്കിയിരിക്കുകയാണ് എന്താ സംഭവം എന്നുള്ളത്. അതിനെന്താ അടി ലൂയി അടിയിട്ടാ. കുറച്ച് വെള്ളം കൊടുക്കണ്ട. ലൂയി അടിയിട്ടാ. അങ്ങനെ ചെയ്യാൻ പാടില്ല ലൂയി. നോ നോക്കിയേ, അങ്ങനെ ചെയ്യാൻ പാടില്ല. പാവമാണ്, പാവം കിളിയാ. പാവം. നോ നോ നോ. ഇത് എങ്ങനെ കൊണ്ടുപോണേ നീ? വണ്ടിയിൽ വെച്ചാൽ മതി, കുഴപ്പമില്ല. അവളെ അവിടെ ഇരുന്നോളൂ. നമുക്ക് തിരിച്ചു പോയാലോ? എന്തിനാ? അല്ലാണ്ട് ഈ വണ്ടിയിൽ ഇങ്ങനെ വെക്കണെങ്ങനെ എന്തെങ്കിലും സാധനത്തിലെങ്കിലും വെക്കണ്ടേ? അവിടെ ഇരുന്നോളൂടി. അത് ഇല്ല, വണ്ടി നീങ്ങൂല്ലടാ.
ഉരുളോടെ കിടന്നിട്ട് കണ്ണിൽ ചെറിയ ബ്ലീഡിങ് ഉണ്ട്. ഞാൻ അതിനെ വെറ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ആക്കാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. കാലൊടിഞ്ഞിട്ടുണ്ട് അതിൻ്റെ. നോ നോ ലൂയി നോ. ചേച്ചി കയ്യിൽ കൊടുത്തു വിട്ടാ പോലെ. അപ്പോൾ ഗൈസ് നമ്മൾ പോകുന്ന വഴിയിൽ വണ്ടി ഇടിച്ചതാണെന്ന് അറിയില്ല, ഒരു കിളി ഇങ്ങനെ കാലൊടിഞ്ഞ് അതിൻ്റെ വാലൊന്നുമില്ല, പിന്നെ കണ്ണിന് ചെറിയൊരു പരിക്കുണ്ട്. അപ്പോൾ അത് വഴിയിൽ കിടക്കണ കണ്ടു. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തി അതിനെ എടുത്തു, കാരണം റോഡിൻ്റെ നടുക്ക് തന്നെയായിരുന്നു. അപ്പോൾ ലൂയി അതിനെ നോക്കി തന്നെ ഇരിക്കുകയാണ് താഴെ. അവന് എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയില്ല. അപ്പോൾ ആ കിളീനെ നമ്മൾ വണ്ടിയിൽ എടുത്തിട്ടുണ്ട്. ഇതാണ് ആ കിളി. ഇതിവിടെ കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു പാരറ്റാണ്. അപ്പോൾ അതിനെ വണ്ടി തട്ടിയതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി മരുന്നൊക്കെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കണു. അടി 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 ലൂയിക്ക് അടിയിട്ടാ. നമ്മൾ യാത്രയുടെ ഇടയിൽ വെച്ചിട്ട് കണ്ട ഒരു സംഭവമാണ് ഡോഗ് സിമെട്രി. നമ്മൾ ഓസ്ട്രേലിയയിൽ ഇത്ര യാത്ര ചെയ്തിട്ട് ഇതുവരെ നമ്മളിങ്ങനെ ഡോഗ് സിമെട്രി കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ്. നമ്മൾ പോകുന്ന വഴിയിൽ കൊറിഗിൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ ഡോഗ് സിമെട്രി ഉള്ളത്. 1974 ഈ ഡോഗ് സിമെട്രി അവിടെ ഉണ്ടാക്കിയത്. അവിടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് അയാളുടെ പട്ടീനെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് സ്ഥലം നോക്കി നടന്നപ്പോൾ കണ്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ ഡോഗ് സിമെട്രി ഉള്ളത്. ഇത്ര നേരം ലൂയിക്ക് ഒരു പണി ഉണ്ടായിരുന്നില്ല. ഇപ്പം അതിനെ നോക്കിയിരിക്കുകയാണ് പുള്ളി. വേറെ ഒരു പണിയില്ല ലൂയിക്ക്. ഇനി അതിന് അവിടെ ചെല്ലണ വരെ പുള്ളി അതിനെ നോക്കിയിരുന്നോളൂ. അപ്പോൾ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇനി ഒരു 250 കിലോമീറ്റർ കൊണ്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വേവ് റോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. കുറച്ച് ഇരുട്ടായി. ഇപ്പോൾ വൈകിട്ട് ഏകദേശം ഒരു 5 മണിയായി. ലൂയി ഉണ്ട്, ഐവി ഉണ്ട് നമ്മുടെ കൂടെ. മാൻഡ്രയിൽ നിന്ന് ഏകദേശം ഒരു 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമുക്ക് പോയി നോക്കാം ഇരുട്ടണേക്കാൻ മുമ്പ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കാർ പാർക്കിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് മുകളിലേക്ക്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈഡിലൊക്കെ മരങ്ങളൊക്കെ ഉണങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ വേവ് റോക്ക് എന്ന് പേര് വരാൻ കാരണം എന്ന് വെച്ചാൽ വേവ്സിൻ്റെ ഫോമിലാണ് റോക്ക് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് നോക്കാം. നമ്മളിതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് വരുന്നത്. വഴിയിൽ നമ്മൾ ആ കിളീനെ രക്ഷിക്കാൻ പോയത് കൊണ്ടാണ് ഇത്ര സമയം വൈകിയത്. ഒരു 10-15 മിനിറ്റ് അങ്ങനെയാണ് വൈകി. ഓ, ഇത് മല കയറണമല്ലോ. മല കയറ. ഓ, അടിപൊളി.
എങ്ങോട്ടാ കയറണേ? ഇത്ര ഉള്ളു വേവ് റോക്ക്. ആൾക്കാർ മേളിലുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ. അപ്പോൾ ഗൈസ് ഈ കാണുന്നതാണ് ഈ വേവ് റോക്സ്. കല്ല് കണ്ടോ എന്ത് ഭംഗിയിലിരിക്കണേ. ആഹാ, കടലിലെ തിര വന്ന് സ്റ്റക്കായി നിൽക്കണ പോലെ ഉണ്ടല്ലേ. ഹായ് ലുവി, ഹായ് ലുവി. എന്താണ് ഇത്? ആ Beautiful dog. Just be able to take the dogs with you. Yeah. They want to play. They do want to play. Are you local? No. 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 Okay. You're here for the first time too. We don't know where to go. So. Yeah. Oh, yeah, no. Yes. We're from the eastern New South Wales. Oh yeah. Okay. So, You're going around Australia? yeah, we just want to go to Ningaloo for a swim. But, Uh-oh. uh-oh. Where are you guys living? we live in Mantra. Oh, do you? Yeah, Nice. yeah. Lovely. Haven't been there for a very long time. Yeah. Yeah. Oh, well, enjoy. All right, see ya. See ya. Yeah, bye. Let's go. ഇടിയാണ്. ആ ഈ കല്ലിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ? അയ്യോ ലൂയി, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ലൂയിക്ക് ഒരു കൂട്ടുകാരനെ കിട്ടിയ വഴിയിൽ കാണാനായിട്ട്. ഈ വഴി അടി അങ്ങനെ അങ്ങോട്ട് കല്ലുമ്മേ കൂടെ നടക്കാൻ പറ്റില്ല. നടന്നേക്കുന്നതല്ല, തെന്നും. നമ്മൾക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഇതിൻ്റെ മുകളിലേക്ക് എത്താനായിട്ട്. മുകളിലൊരു കോട്ട പോലെയാണ്, കല്ലൊക്കെ വെച്ച് കെട്ടി തിരിച്ചിട്ടുണ്ട്. നേരെ വഴിക്കൊന്നും രണ്ടും പേരും വരില്ല, അമ്മയും മോനും. അയ്യോ, ഇത് പട്ടിയില്ലാന്ന്. അപ്പൊ ഇവിടെ കെട്ടിയിട്ടാണെന്ന്. കൈ പിടിച്ചാൽ മതി, കുട്ടികളെ കയറ്റാൻ പാടില്ല. അപ്പം അമ്മയും മോനും കൈ പിടിച്ചാൽ മതി. ഓ, ഡാമാണത്, വെള്ളക്കെട്ടാണത്. ഓ വ്യൂ നോക്ക്, ഇവിടെ ചെറിയൊരു വെള്ളക്കെട്ടൊക്കെ ഉണ്ട്. ഇതാണ് വേവ് റോക്ക്. നമ്മൾ കാണാൻ വന്ന സാധനമാണിത്. ലൂയി ഇഷ്ടപ്പെട്ട? ലൂയിനെ നിർത്തി കാണിച്ചേ, ചോദിക്കട്ടെ. നിർത്തി പോലെ ബാ മലയറ്. എനിക്കെങ്ങും പയ്യ കയറാൻ. ക്യാച്ച്മെൻറ്റ് ബോളാണിത്. അപ്പോൾ നമ്മൾ ഈ മല കാണാൻ വേണ്ടിയിട്ടാണ് 400 കിലോമീറ്റർ വണ്ടി ഓടിച്ച് വന്നത്. ഓടിയാ, ഹായ്. ഇതാരത്? ഇങ്ങോട്ട് വാ. തിരിച്ച് പോണോട്ടോ, നമുക്ക് ഇരുട്ടണക്കുമ്പോൾ ഇറങ്ങണം. അവരിരുന്നോട്ടെ, അവരിവിടെ ലോക്കലല്ലായിരിക്കും. നമുക്ക് ബ്രിസ്ബൻ എത്തണേ, പക്ഷേ പുറത്തെത്തണം.
മതി മതി. നാച്ചുറൽ വെള്ളം വേണം അവന്. നമ്മളത് ടിബ്രോ ഗാർഗൻ പോയ പോലത്തെ കല്ലുകൾ. ആ ഗിരവിൻ. പക്ഷെ ഹൈറ്റ് ഇത്തിരി വലിപ്പം ഇത്തിരി കുറവാണ് കല്ലുകൾക്ക്. അവനാണ് ഫ്രണ്ടിൽ നടക്കണത്. കാഴ്ചകൾ കാണേണ്ടതും അവന് തന്നെ.